Hi all, welcome to Veranda Rise Malayalam YouTube channel. എൻ്റെ പേര് അർച്ചന. ഇന്നത്തെ ഇംഗ്ലീഷ് സെഷൻ വരുന്നത് ഇപ്പോൾ നടക്കുന്ന MTS എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റേസിൽ നിങ്ങൾക്ക് തരുന്ന 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് വരുന്നത് ക്ലാസ് ആണ്. ബേസിക് ക്ലാസ് കിട്ടിയ ശേഷം ബേസിക് സർക്കിളാണ് പോകുന്നത്. അപ്പോൾ സർക്കിൾ സെഷനിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന ഒരു സെഷനാണ് വരുന്നത്. ഓക്കെ, ബേസിക് സർക്കിൾ കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രീം സർക്കിളാണ്. ബേസിക് സർക്കിളിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അടുത്ത ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്ട്രീം സർക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് തരുന്നത് സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ ഫോക്കസ് ബാച്ച് ആണ്. അതൊരു എക്സാമിനെ ബേസ് ചെയ്തിട്ട് ആണ് വരുന്നത്. അതിനുശേഷം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു റിപ്പ് പ്രോഗ്രാം കൊണ്ടുപോകുന്നുണ്ട്. ഫൈനലി നിങ്ങൾക്ക് തരുന്നത് മോക്ക് ഇൻ്റർവ്യൂസ് ആണ്. ഓക്കെ, സോ ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് കൊണ്ടാണ് നിങ്ങൾക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് SSC, ബാങ്ക്, PSC എക്സാംസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നടക്കുന്ന MTS എക്സാമിൻ്റെ ഓരോ ഷിഫ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് എ പാർട്ട് ഓഫ് ദി ഗിവൺ സെൻറ്റൻസ് ദാറ്റ് ഹാസ് എൻ എറർ ഇൻ ഇറ്റ്. ഓക്കെ, സോ നമുക്കൊരു സെൻറ്റൻസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് എന്താ വേണ്ടത്? ഈ സെൻറ്റൻസിൻ്റെ ഒരു പാർട്ടിൽ എറർ ഉണ്ട്. നമ്മൾ അത് ഏതാണെന്നാണ് നോക്കേണ്ടത്. സെൻറ്റൻസ് നോക്കിയേ, ഐ ഏറ്റ് എ ഫ്യൂ ബ്രൗൺ റൈസ് ദിസ് മോർണിംഗ് എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ സെൻറ്റൻസിനെ തന്നെ പല പാർട്ടായിട്ടാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അതിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കാം. ഐ ഏറ്റ് എ ഫ്യൂ എന്നുള്ളതിലാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, എന്താണ് അതിൽ മിസ്റ്റേക്ക്? മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫ്യൂ എന്നുള്ള ആ ഒരു പാർട്ടാണ് മിസ്റ്റേക്ക് കാണിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടാ? എ ഫ്യൂ ഇസ് യൂസ്ഡ് വിത്ത് കൗണ്ടബിൾ നൗൺസ്, അല്ലേ? കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? എ ഫ്യൂ എന്നുള്ള വേർഡ് യൂസ് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് നൗൺ എന്താ? നമുക്ക് തന്നിരിക്കുന്ന നൗണ് ബ്രൗൺ റൈസ് എന്നുള്ളതാണ്. അതൊരിക്കലും കൗണ്ടബിൾ അല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? എ ഫ്യൂ എന്നുള്ളത് തെറ്റായിട്ടുള്ള യൂസേജ് ആണ്. പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സം എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ ഏറ്റ് സം ബ്രൗൺ റൈസ് ഇൻ ദിസ് മോർണിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ കൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? എ ഫ്യൂ എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ സെയിം ആസ് ദ ഗിവൺ വേർഡ്. ഓക്കെ, അതായത് നമുക്ക് തന്നിട്ടുള്ള വേർഡിൻ്റെ അതേ മീനിങ് വരുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സിനണിംസ് ആണ്, അല്ലേ? ഇപ്പോൾ സിനണിം എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, വേർഡ് എന്താണ്? എക്സ്പ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? പെർഫെക്റ്റ്, സ്പെസിഫിക്, നെബുലസ്, വോഗ് എന്നുള്ളതാണ്. 4 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് എന്നുള്ളതാണ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഓക്കെ, സോ നോക്കിയേ, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റഡ് ക്ലിയർലി ആൻഡ് ഇൻ ഡീറ്റെയിൽ ലീവിങ് നോ റൂം ഫോർ കൺഫ്യൂഷൻ ഓർ ഡൗട്ട്. അതായത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ്. അതാണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്. ഒരു കൺഫ്യൂഷനും ഇടയില്ലാണ്ട്, ഒരു ഡൗട്ടൊന്നും വരാണ്ട് ഫുൾ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്ലിസിറ്റിൻ്റെ മീനിങ്. ഓക്കെ, ഇനി നെബുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻഡിസ്റ്റിങ്ക്റ്റ് ഓർ കൺഫ്യൂസ്ഡ്, ഹേസി എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളൊരു മീനിങ് ആണ് എന്ത് വരുന്നത്? നെബുലസിനുള്ളത്. ഓക്കെ, അടുത്ത എന്താ? വോഗ് എന്നുള്ളതാണ്. വോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെയിലിംഗ് ഫാഷൻ ഓർ സ്റ്റൈൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം. അതായത് ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഒരു സ്റ്റൈലിനെ, ആ ഒരു സ്റ്റൈൽ കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? വോഗ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിവെയിലിംഗ് ഫാഷൻ ഓർ സ്റ്റൈൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ആ ഒരു സ്റ്റൈലിനെ അല്ലെങ്കിൽ ആ ഒരു ഫാഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ടൊന്നും ഇല്ലാണ്ട്, കൺഫ്യൂഷനൊന്നും വരാണ്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നതിനാണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത്. നെബുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, വോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള ഒരു ഫാഷൻ അല്ലെങ്കിൽ സ്റ്റൈലിനെ കാണിക്കുന്നതാണ് വോഗ് എന്ന് പറയുന്ന വേർഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദ വേർഡ് ദാറ്റ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട്
എ ഹൗസ് ഓഫ് ഷെൽട്ടർ ഫോർ എ ഡോഗ് എന്നുള്ളതാണ്. നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ ഹൗസ് ഓഫ് ഷെൽട്ടർ ഫോർ എ ഡോഗ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നോക്കിയേ, ബാൺസ്, കെനൽ, ഡെൻ, ഹാങ്ങർ എന്നുള്ള 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമ്മളിത് ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. എന്താണ്? കെനൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പോൾ നമുക്കറിയാം MTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th ലെവൽ ആ ഒരു ലെവലുള്ളൊരു ക്വസ്റ്റ്യൻസേ നമുക്ക് ചോദിക്കത്തുള്ളൂ. സോ മാക്സിമം എന്തായിരിക്കും, അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ഗ്രാമർ റൂൾസ് ഒക്കെ നമ്മൾ എല്ലാ എക്സാമിനും പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കണം. പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൊക്കാബൊക്കെ വരുന്നത് കമ്പാരിറ്റീവ്ലി CGL അല്ലെങ്കിൽ CHSL ലെവലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നല്ല, ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. ബാൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാർജ് ഫാം ബിൽഡിങ്സ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഗ്രെയിൻ, ഹേ ഓർ സ്ട്രോ ഓർ ഫോർ ഹൗസിങ് ലൈഫ് സ്റ്റോക്ക് എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ കളപ്പുര എന്നൊക്കെ പറയത്തില്ലേ, ഇപ്പോൾ വീടിന് പുറത്തായിട്ട് നമ്മൾ വയ്ക്കോലോ അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ വീടുകളിൽ വലിയ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻ എന്ന് പറഞ്ഞാൽ എ വൈൽഡ് ആനിമൽസ് ഹിഡൻ ഹോം ഓർ കംഫർട്ടബിൾ ഇൻഫോർമൽ റൂം ഇൻ എ ഹൗസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു വൈൽഡ് ആനിമലിന്റെ ഹിഡൻ ഹോമിനാണ് എന്ത് പറയുന്നത്? ഡെൻ എന്ന് പറയുന്നത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലയൺ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അത് എവിടെയാണ്? ഡെന്നിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നമുക്കത് കോമൺ ആയിട്ട് എങ്ങനെ പറയാം? ഡെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസ് ഹിഡൻ ഹോം എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഹാങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹാങ്ങർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ബിൽഡിംഗ് വിത്ത് എക്സ്റ്റെൻസീവ് ഫ്ലോർ ഏരിയ ടിപ്പിക്കലി ഫോർ എ ഹൗസിങ് എയർക്രാഫ്റ്റ് എന്നുള്ളതാണ്. എന്താണ്? അതായത് വിമാനശാല എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഓക്കെ, എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ലാർജ് ബിൽഡിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാങ്ങർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാൺസ്, ഡെൻ, ഹാങ്ങർ 4 ഒക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇംപ്രൂവ് ദി അണ്ടർലൈൻ പാർട്ട് ഓഫ് ദി സെന്റൻസ്. നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ എന്ത് ചെയ്യണം? ഒരു പാർട്ട് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ അത് ഇംപ്രൂവ് ചെയ്യാനാണ് നോക്കേണ്ടത്. ഓക്കെ, സെന്റൻസ് നോക്കിയേ. ദ വെയിറ്റർ ഗിവിംഗ് ദ ഡൈനേഴ്സ് സം കോംപ്ലിമെന്ററി മീൻസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഗിവിംഗ് ദ ഡൈനേഴ്സ് എന്നുള്ള ഈ ഒരു പാർട്ടാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? ഗിവ് ദ ഡൈനർ, ഗിവൺ ദ ഡൈനേഴ്സ്, നോ ഇംപ്രൂവ്മെന്റ്, ഗേവ് ദ ഡൈനേഴ്സ്. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏത് കൊടുത്താലാണ് ഈ സെന്റൻസ് കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? ഗേവ് ദ ഡൈനേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ദ വെയിറ്റർ ഗേവ് ദ ഡൈനേഴ്സ് സം കോംപ്ലിമെന്ററി മീൻസ് എന്നുള്ളതാണ്. ഓക്കെ, എന്തുകൊണ്ടാ? ഒരു കോംപ്ലിമെന്ററി മീൻസ് കൊടുത്തു എന്നുള്ളതാണ്. പാസ്റ്റ് ടെൻസിലായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. കൊടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് അറിയത്തില്ലല്ലോ. കൊടുത്തു എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ ഗേവ് എന്നുള്ളതാണ് വരേണ്ടത്. അടുത്ത സെന്റൻസ് നോക്കിയേ. സോറി, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ ഗിവൺ 4 alternatives സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദി ഇഡിയം ഓർ ഫ്രേസ്. ഓക്കെ, തന്നിരിക്കുന്ന ഇഡിയം അല്ലെങ്കിൽ ഫ്രേസിന്റെ മീനിങ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്താണ്? ടു ഹാവ് ആൻ ഇച്ചിങ് പാം, ടു ഹാവ് അതിനുള്ള 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ടു ഹാവ് ആൻ ഇച്ചിങ് പാം എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ടു ഹാവ് നോ മേഴ്സി, ടു ഗെയിൻ സ്ട്രെങ്ത്, to have an argue to slap, to be greedy for money. എന്താണ് വരുന്നത്? To be greedy for money എന്നുള്ളതാണ്. ഓക്കെ, to have an itching palm. ഓക്കെ, to have an itching palm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? To be greedy for money എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഓക്കെ, to have an itching palm. നമ്മൾ ചിലയിടത്തൊക്കെ പറയുന്ന കേട്ടില്ലേ, എന്താ? കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ ചൊറിയുന്നത് എന്ന് പറയും മലയാളത്തിലാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് വെച്ച് വേണമെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ടു ഹാവ് ആൻ ഇച്ചിങ് പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ബി ഗ്രീഡി ഫോർ മണി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത നോക്കിയേ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഓക്കെ, നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിലൊരു ബ്ലാങ്ക് ഉണ്ട്, അത് ഫില്ല് ചെയ്യാന്നുള്ളതാണ്.
മിസ്റ്റർ ശർമ്മ ഓപ്പൺ ദ ഡോർ ഓഫ് ദ സ്റ്റവ് ടു ഡാഷ് എന്നുള്ളതാണ്. മിസ്റ്റർ ശർമ്മ ഓപ്പൺ ദ ഡോർ ഓഫ് ദ സ്റ്റവ് ടു ഡാഷ്. ഓക്കെ, പീക്ക്, പൈക്ക്, പീസ്, പീക്ക്, ഇത്ര 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ് വരുന്നത്? പീക്ക് എന്നുള്ളതാണ്. ഓക്കെ, PEEK എന്നുള്ള പീക്കാണ് വരുന്നത്. മിസ്റ്റർ ശർമ്മ ഓപ്പൺ ദ ഡോർ ഓഫ് ദ സ്റ്റവ് ടു പീക്ക് എന്നുള്ളതാണ്. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പീക്ക് എന്ന് പറഞ്ഞാൽ ടു ലുക്ക് ക്വിക്ലി ഓർ ഫർട്ടീവ്ലി എസ്പെഷ്യലി ത്രൂ എ സ്മോൾ ഓപ്പണിംഗ് ഓർ ഫ്രം എ കൺസീൽഡ് ലൊക്കേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഒളിഞ്ഞു നോക്കുക എന്ന് പറയാം. ചെറിയ ഓപ്പണിങ്ങിൽ കൂടി നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഫിഷ് ഓർ എ ടൂൾ വിത്ത് എ മെറ്റൽ പോയിന്റ് ഓർ ഇറ്റ് ക്യാൻ റെഫേഴ്സ് ടു എ പൊസിഷൻ ഇൻ ഡൈവിംഗ് ഓർ ജിംനാസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ എന്താണ് പൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ടൈപ്പ് ഫിഷിനെ നമ്മൾ എന്ത് പറയും? പൈക്ക് എന്ന് പറയും, ടൈപ്പ് ഓഫ് ഫിഷ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? അല്ലെങ്കിൽ എ ടൂൾ വിത്ത് എ മെറ്റൽ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ടൈപ്പ് ഫിഷിനെ പറയുന്നുണ്ട്, പിന്നെ എന്താണ് ഒരു മെറ്റൽ പോയിന്റോട് കൂടിയുള്ള ഒരു ടൂളിനെ പറയുന്നുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം? എ പൊസിഷൻ ഇൻ ഡൈവിംഗ് ഓർ ജിംനാസ്റ്റിക് എന്നുള്ളതാണ്. ഓക്കെ, എ പൊസിഷൻ ഇൻ ഡൈവിംഗ് ഓർ ജിംനാസ്റ്റിക്. അടുത്ത പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? PEAK ആണ്. ഓക്കെ, അപ്പോൾ പീക്കും PEEK ഉണ്ട്, PEAK ഉണ്ട് അല്ലേ? അപ്പൊ ഈ 2 വേർഡ്സും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരുപോലെ അല്ലേ? അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഹോമോനിംസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഹോമോനിംസ് അതായത് നമ്മൾ വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരുപോലെയാണ്, പക്ഷെ അതിന്റെ മീനിങ് വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ള വേർഡ്സിനാണ് നമ്മൾ ഹോമോനിംസ് എന്ന് പറയുക. ഓക്കെ, PEAK പീക്ക് എന്താണ്? എ നൗൺ മീനിങ് ദ പോയിന്റഡ് ടോപ്പ് ഓഫ് എ മൗണ്ടൻ ഓർ എ വർക്ക് മീനിങ് ടു റീച്ച് ഹയസ്റ്റ് പോയിന്റ് എന്നുള്ളതാണ്. പീക്ക് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയാം? പോയിന്റഡ് ടോപ്പ് ഓഫ് എ മൗണ്ടൻ എന്നുള്ളതാണ്. ഓക്കെ, വെർബ് ആണെങ്കിൽ അതിന്റെ മീനിങ് വരുന്നത് ടു റീച്ച് എ ഹയസ്റ്റ് പോയിന്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നൗൺ ആയിട്ടും വെർബായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നൗൺ ആണെങ്കിൽ എന്താണ്? ഒരു മൗണ്ടന്റെ പോയിന്റഡ് ടോപ്പിനെയാണ് പറയുന്നത്. വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? ടു റീച്ച് എ ഹയസ്റ്റ് പോയിന്റ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫില്ലിംഗ് ദ ബ്ലാങ്ക്. എന്താണ് ക്വസ്റ്റ്യൻ? ആൻ എക്സലന്റ് കരിയർ ഡാഷ് ഹാസ് നൗ arisen with a leading recruitment agency. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ആൻസർ വരുന്നതെന്നുള്ളത് ഇതിൽ ഏതാ ആൻസർ വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്നവർക്ക് പ്രത്യേകം പ്രൈസ് ഉണ്ട്. സോ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ എന്നൊന്ന് കമന്റ് ചെയ്തേക്കാം. അടുത്തൊരു സെഷനിൽ നമുക്ക് MTS എക്സാമിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഇനി എക്സാം ഉള്ളവരുടെ അടുത്ത് പറയാനുള്ളത്, ഇതുവരെ പോയ MTS എക്സാംസിന്റെ ഓരോ ക്വസ്റ്റ്യനും നോക്കുക. ഓരോ ഷിഫ്റ്റിലും പോയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. എന്നിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നന്നായിട്ട് നോക്കിയിട്ട് വേണം പോവേണ്ടത്. ഓക്കെ, സോ അടുത്ത സെഷനിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.